സ്നാപ്ഡ്രാഗൺ 7 Gen 4 എന്ന പുതിയൊരു പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറിന്റെ അപ്ഡേറ്റഡ് വെർഷനായിട്ടാണ് ഈ ഒരു പ്രോസസ്സർ വരുന്നത്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് TSMCയുടെ 4nm പ്രോസസ്സറാണ്. പിന്നെ ഒക്ടാ-കോർ പ്രോസസ്സറാണ്, അതായത് 8 കോറുകൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ 2.8 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A720യുടെ ഒരു പ്രൈം കോറും അതുപോലെ തന്നെ 2.4 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A720യുടെ 3 പെർഫോമൻസ് കോറുകളും അതുപോലെ തന്നെ 1.84 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A520യുടെ 4 എഫിഷ്യൻസി കോറുകളും വരുന്നുണ്ട്. ഇപ്പം പഴയ പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം CPU പെർഫോമൻസ് 27% ഫാസ്റ്ററാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു കാര്യമാണ്. പിന്നെ GPUയുടെ കാര്യത്തിൽ അഡ്രീനോയുടെ GPU ആണ് വരുന്നത്. കറക്റ്റ് ഏത് വെർഷനാണ് എന്നുള്ള കാര്യം അവർ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം പഴയ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 30% ഫാസ്റ്റായിട്ടുള്ള GPU ആണ് ഇതിൽ വരുന്നത് എന്നാണ്. അപ്പം അതിൻ്റെയൊക്കെ കാര്യത്തിൽ അപ്ഗ്രേഡ്സ് ഒക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ സാധാരണ പോലെ സ്നാപ്ഡ്രാഗന്റെ എലൈറ്റ് ഗെയിമിംഗ് ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റാമിൻ്റെ ഒക്കെ കാര്യത്തിൽ LPDDR5Xന്റെ റാം വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 4200 MHz ക്ലോക്ക് ചെയ്യുന്ന LPDDR5Xന്റെ റാം വരെയാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ UFS 4.0 സ്റ്റോറേജ് ടൈപ്പ് വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പും UFS 2 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ NPUയുടെ കാര്യത്തിൽ Hexagon NPU ആണ് ഇതിൽ വരുന്നത്. ഇപ്പം AI പെർഫോമൻസ് പഴയതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം 65% ഫാസ്റ്ററാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പല ഓൺ ഡിവൈസ് AI ഫീച്ചേഴ്സും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റേബിൾ ഡിഫ്യൂഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ഓൺ ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ Quad HD+ ഡിസ്പ്ലേ വരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പം WQHD+ ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ 144 Hz റിഫ്രഷ് റേറ്റ് വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. അപ്പം ഡിസ്പ്ലേയുടെ കാര്യത്തിലൊക്കെ അത്യാവശ്യം നല്ല റെസൊല്യൂഷൻ്റെ സപ്പോർട്ടൊക്കെ ഇതിൽ വരും. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ഇതിൽ Qualcommന്റെ 12-bit ISP ആണ് വരുന്നത്. 200 MP ക്യാമറ സെൻസർ വരെയൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ 4K 30 FPS വീഡിയോ റെക്കോർഡിയൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ ബ്ലൂടൂത്ത് 6.0യുടെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. Wi-Fi 7ന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 5G സപ്പോർട്ട് ഉണ്ട്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 5G മോഡം RF സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. ഡൗൺലോഡ് സ്പീഡ് 4.2 GB/s വരെ എത്തുന്നതായിരിക്കും. പിന്നെ ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ ക്വിക്ക് ചാർജ് 5ന്റെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. USB 3.1 Gen 2ന്റെ സപ്പോർട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ആദ്യം ഏതൊക്കെ ഫോണുകളിലായിരിക്കും ഈ ഒരു പ്രോസസ്സർ വരിക എന്ന് വെച്ചാൽ ആദ്യം ഹോണറിൻ്റെ 400 സീരീസിൽ ഈ ഒരു പ്രോസസ്സർ വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ തന്നെ വിവോയുടെ S30 സീരീസിലും ഈ ഒരു പ്രോസസ്സർ വരുന്നതായിരിക്കും. മിക്കവാറും ബാക്കി ബ്രാൻഡുകളും ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന അവരുടെ ഫോണുകൾ ലോഞ്ച് ചെയ്തേക്കാം. ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പം കൺഫേം ആയിട്ടില്ല. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒരു 25,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഒരു പ്രോസസ്സർ നമ്മൾ കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ടോട്ടൽ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 20,000 ടു ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വരുന്ന ഫോണുകളിൽ ഈ ഒരു പ്രോസസ്സർ കണ്ടേക്കാം. ചില ഓഫ്ലൈൻ ഫോൺസിൽ ഇവൻ 35,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ വരെ ഈ ഒരു പ്രോസസ്സർ കണ്ടേക്കാം. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു പ്രോസസ്സറിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. അപ്പം പഴയ പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചില അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് തന്നെയാണ് ഈ ഒരു പ്രോസസ്സർ വരുന്നത്. എന്തായാലും ഈ ഒരു പ്രോസസ്സറിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏത് പ്രൈസിങ്ങിൽ വരുന്ന ഫോണുകളിലാണ് ഈ ഒരു പ്രോസസ്സർ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.